നോക്കിച്ചുക്കുത്ത ബോലാന നീയും വിധവയോ നിലാവേ. സലിൽ ചൗധരി അവിടെയും പോവും ഇവിടെയും പോവും. സെറ്റ്. ചെല്ല് ഞങ്ങളെല്ലാം കാത്തിരിക്കുന്നു. എന്താ വിചാരിച്ച പോലെ അല്ല, ആള് നിസ്സാരക്കാരനല്ല. ഇന്നലെ എങ്ങോട്ടാ പോയത്? എങ്ങോട്ട്? ശരി, എവിടുന്നാ വന്നത്? മനസ്സിലായില്ല. വരുമ്പോ ഇങ്ങനെ ചിരിച്ച ഒരാളുടെ കാരണം എന്താ? എന്ത് കാരണം? മാറിക്കോട്ടെ. ശരി, ഞാൻ ചോദിക്കാം. സുഭാഷ് ഏട്ടാ, ഇന്നലെ അവിനാഷിന്റെ വീട്ടിൽ പോയിരുന്നില്ലേ? ഇല്ലേ? അവിടെ ചാന്ദിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇല്ലേ? ആ കുട്ടിയെ പറ്റിയിട്ട് അവിനാശ് എന്താണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? എന്തു പറഞ്ഞു? പറ കേക്കട്ടെ. ചാന്ദിനിയുടെ ചേട്ടൻ അവിനാഷിന്റെ പ്രപ്പോസലിന് സുഭാഷ് ചേട്ടൻ എന്ത് മറുപടി പറഞ്ഞു? കണ്ടു പറയുന്നില്ല. അത് ശരി. അപ്പൊ ഈ കാരണം കൊണ്ടല്ലേ ചാന്ദിനി ഇടയ്ക്കിടയ്ക്ക് കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് വരുന്നത്? ചുമ്മാ നീ ഒരു കഥ ഉണ്ടാക്കല്ലേ? അവിനാശ് എന്തോ ചോദിച്ചു, ഞാനെന്തോ പറഞ്ഞു എന്നല്ലാതെ. ഞാൻ പോവാൻ നോക്കട്ടെ. അവിടെ നിക്ക്. കാര്യം പറഞ്ഞിട്ട് പോയാ മതി. എന്ത് പറയാ? അവിനാശ് എന്താ പറഞ്ഞേ? ഓ അതോ? അത് തന്നെ. അത് പറയാം. പറ. അതായത് അവിനാശ് ഇന്നലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് എന്റെ സൈക്കിൾ എടുത്തോണ്ട് പോറടാ. പോയിട്ട് വിവരം പോറടാ. ആവോ. ഹരീഷേട്ടാ, നിങ്ങൾ നീതുവിനെ കൊണ്ട് സിനിമയ്ക്കൊന്നും പോകാറില്ലേ? എന്തിനെന്നോ? അതൊരു ആചാരമല്ലേ ആശാനെ? വെറുതെ സംസാരിച്ചാലേ വഴക്ക. ഇനി സിനിമ തിയേറ്ററിലും പോയിട്ട് അടിയുണ്ടാക്കണ. പറഞ്ഞ് നാവെടുത്തില്ല, അപ്പോഴേക്കും ആളെത്തിയല്ലോ. ഹായ് ബ്രോസ്. ഹായ്. നീതുവിനെ പറ്റി ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും ഞെത്തിയല്ലോ. പറഞ്ഞതെന്താ? നല്ലതോ അതോ ചീത്തയോ? നല്ലതാവാൻ എന്തായാലും വഴിയില്ല. ഇവനെ എന്നെ പറ്റി എന്തായാലും നല്ലത് പറയാൻ പോകുന്നില്ലല്ലോ. എന്താ നോക്കുന്നേ? എത്ര തവണ ഞാൻ വിളിച്ചു? ഒരു തവണ പോലെ ഫോൺ അറ്റൻഡ് ചെയ്തോ? ഇല്ലല്ലോ. ഫോൺ കട്ട് ചെയ്യുന്നു, ഫോൺ ഓഫ് ചെയ്യുന്നു. എന്താ നിന്റെ പ്രശ്നം? ഫോൺ ഓഫ് ചെയ്താ പിന്നെ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് മനസ്സിലാക്കി കൂടെ. പിന്നെയും എന്തിനീ അന്വേഷിച്ചു വരണേ? ഓഹോ, നീ ഫോൺ എടുത്തില്ലെങ്കിൽ അതിനർത്ഥം ഉപേക്ഷിച്ചു പോയിന്ന് വിചാരിച്ചിരിക്കണമെന്നാണോ? അങ്ങനെ വിചാരിച്ചാലും എനിക്കൊന്നുമില്ല. ഇതും പറഞ്ഞ് രാവിലെ തന്നെ വഴക്കിടാനാണോ നിന്റെ വരവ്? അതെ, നേരം ഇപ്പൊ ഉച്ചയായി. രാവിലെ മുതൽ ഞാൻ വിളിച്ചോണ്ടിരിക്കുക. എടുക്കാതായപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് അന്വേഷിച്ചു വന്നേ. എടി, നിനക്ക് ഈ ഫോൺ വിളിക്കാന്നല്ലാണ്ട് വേറെ പണിയില്ലേ? അതാണ്, നിനക്ക് നിന്റെ വീടിനെ പറ്റി മാത്രമേ വിചാരമുള്ളൂ. അവിടെ നിന്നോട് സംസാരിക്കാനും നന്നായി പെരുമാറാനും ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ ഫോൺ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നിനക്കൊന്നുമില്ല. പക്ഷെ എനിക്കങ്ങനെയല്ല. എന്റെ വീട്ടിൽ എന്നോട് ആരും സംസാരിക്കാറില്ല. അതിന്റെ കാരണം നീയാണെന്നറിയാലോ. എനിക്ക് സംസാരിക്കാൻ നീ മാത്രമേ ഉള്ളൂ.
അപ്പൊ വിളിക്കാണ്ടിരുന്നാ ഞാൻ അന്വേഷിച്ചു വരില്ലേ? നീ എന്താ എന്നോട് സംസാരിക്കാതിരിക്കുന്നേ? സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട്. അതിന്റെ കാരണമാണ് ഞാൻ ചോദിച്ചേ. എന്നോട് സംസാരിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ വേറെ ആരോടാണ് സംസാരിക്കാൻ ഇഷ്ടമുള്ളതെന്നും കൂടെ പറയണം. എടാ ചന്തുവേ, എന്താടാ? നമുക്ക് പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. ഈ സീനിൽ ഇനി നമ്മൾ വേണ്ട. പോവാം. എന്നാ വാ പോവാം. വാടാ. ഇതൊക്കെ ഇനി അതൊക്കെ അവിടെ പോയി. നിനക്ക് എന്നെ പറ്റി ഒരു വിചാരമില്ല അല്ലേ? ഒരുത്തി ഇങ്ങനെ തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് അറ്റൻഡ് ചെയ്ത് കാരണം എന്താണെന്ന് ചോദിക്കാൻ നിനക്ക് തോന്നിയില്ലേ? നീ എന്തിനാ വിളിക്കണേന്ന് എനിക്കറിയാലോ. അതാണ് ഞാൻ വിളിക്കാണ്ടിരുന്നത്. ഇനി അഥവാ ഞാൻ ഫോൺ എടുത്ത് സംസാരിച്ചാലും നീ നോർമലായിട്ട് സംസാരിക്കാറുണ്ടോ? എന്തെങ്കിലും പറഞ്ഞ് വഴക്കിടും. നീ ഓരോന്ന് കാണിക്കുന്നുണ്ടല്ലേ ഞാൻ വഴക്കിടുന്നേ. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ടിരിക്കാന്ന് വെച്ചത്. ദാ ഇപ്പൊ വന്ന് കേറിയപ്പോഴും വഴക്കല്ലേ. ഫോൺ എടുക്കാതിരുന്ന പിന്നെ ദേഷ്യം വരില്ലേ? ഞാൻ ഫോൺ എടുത്താലും എടുത്തില്ലെങ്കിലും നീ വഴക്കുണ്ടാക്കും. നിനക്ക് വഴക്കുണ്ടാക്കാൻ എപ്പോഴും ഒരു കാരണം വേണം. അതാണ് കാര്യം. അതെ, എന്നെ സെൽഫിഷ് എന്ന് വിളിച്ചാ പിന്നെ എനിക്ക് ദേഷ്യം വരില്ലേ? എടി 24 മണിക്കൂർ നീ നിന്നെ പറ്റി മാത്രമാണ് വിചാരിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരാളെ സെൽഫിഷ് എന്നല്ലാണ്ട് പിന്നെ എന്താ വിളിക്കണ്ടേ? നിനക്ക് ആരെ പറ്റി ഒരു വിചാരമില്ല. വഴക്കുണ്ടാക്കണം തോന്നിയാ വെറുതെ എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാക്കും. ഞാൻ അങ്ങനെ വെറുതെ വഴക്കുണ്ടാക്കാറൊന്നുമില്ല. നീ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ. ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ? നിന്റെ ചേട്ടനോട് ഞാൻ വഴി വെച്ച് സംസാരിച്ചു. അതിലിപ്പോ എന്റെ തെറ്റല്ലേ? നിന്റെ ചേട്ടൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് മാറിത്തരണമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. എന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ നിനക്കും അറിയാവുന്നതല്ലേ? അവിടെ ഓരോ ദിവസം കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുക. പിടിച്ചു നിൽക്കാൻ പറ്റതായി തുടങ്ങി ഹരീഷേ. സുഭാഷ് ചേട്ടന്റെ കല്യാണം കഴിഞ്ഞാലേ നമ്മുടെ കല്യാണം നടക്കുമെന്ന് വഴി വെച്ച് കണ്ടപ്പോ സുഭാഷ് ചേട്ടനോട് എന്റെ അവസ്ഥ ഒന്ന് പറഞ്ഞു പോയി. അത് തെറ്റാണോ ഹരീഷേ? എടി നീ അന്ന് പറഞ്ഞോണ്ട് മാത്രമാണ് സുഭാഷ് ചേട്ടൻ ഒരു മോശ ബന്ധത്തിന് ഇറങ്ങി തിരിച്ചത്. നിന്റെ വാക്ക് അത്രയ്ക്ക് സങ്കടപ്പെടുത്തി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. നീ ചുമ്മാ അതൊന്നും അറിയാതെ സംസാരിക്കുന്ന ഹരീഷേ. ഞാൻ നിന്റെ ചേട്ടനോടൊന്നും പറഞ്ഞിട്ടേ ഇല്ല. എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണമെന്നേ പറഞ്ഞുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു പെണ്ണിനെ മറ്റൊന്നും ആലോചിക്കാതെ കെട്ടിയേ തീരുള്ളൂന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് അങ്ങനെയൊക്കെ പറയാൻ എന്ത് അധികാരമുള്ളേ? നിന്റെ ചേട്ടന് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാത്തത് കൊണ്ട് ഒരു അബദ്ധത്തിൽ ചാടാൻ പോയി. അതിനിപ്പോ ഞാൻ എന്ത് വേണം? എന്താ നീ പറഞ്ഞേ? നീ പറഞ്ഞത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എന്റെ ചേട്ടനില്ലാന്നാ? എടി നീ ഇതും ഇതിന്റെ അപ്പുറം പറയും. അന്ന് നിന്റെ ഒറ്റ വാക്കുകൊണ്ട് താൻ കാരണം മറ്റൊരാൾക്ക് ദോഷം വരരുതെന്ന് കരുതി വേറെ ഒന്നും നോക്കാതെ കിട്ടിയ പെണ്ണിനെ താലി കെട്ടാൻ പോയ സുഭാഷ് ചേട്ടൻ നിനക്കിപ്പോ ബുദ്ധിയില്ലാത്തവനായില്ലേ? എടി നാവുണ്ടെന്ന് കരുതി എന്തും വിളിച്ചു പറയരുത്. സോറി ഹരീഷേ, ഞാൻ പെട്ടെന്ന് ഓർക്കാതെ ഞാൻ അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ച് പറഞ്ഞതല്ല. പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ സോറി പറഞ്ഞാ മതിയല്ലോ. എന്താ ഹരീഷ് ഇത്? എന്നോട് ഒരു തരുമ്പ് പോലും സ്നേഹിയില്ലേ? എപ്പോ നോക്കിയാലും നിന്റെ ബ്രദേഴ്സ്, നിന്റെ വീട്, വേറെ ഒന്നും നിന്റെ ചിന്തയിലില്ലേ? നിനക്ക് വേണ്ടി ഞാൻ എത്ര അടി വാങ്ങുന്നു, എത്ര കഷ്ടപ്പെടുന്നു. അതോർത്ത് നിനക്ക് ഒട്ടും സങ്കടം തോന്നില്ലേ? ഇല്ല, അതോർത്ത് എനിക്കൊരു സങ്കടമില്ല. അത് നീ മനഃപൂർവ്വം ആഗ്രഹിച്ച് നേടിയെടുത്തതാ. നിനക്കായിരുന്നു എന്റെ ജീവിതത്തിലേക്ക് വരാൻ നിർബന്ധം. അതിന് എന്നോട് വെറുതെ വഴക്കിട്ടിട്ട് ഒരു കാര്യമില്ല. നിന്നോട് സംസാരിക്കുമെന്ന് എന്നെ ചെരുപ്പൂരി അടിക്കണം. എടി ആയിക്കോ, ഇനി അതും ഞാൻ തന്നെ ചെയ്യണോ? ഇതെന്തോന്ന്? എന്താ ബ്രോ ഇത്? എപ്പോ നോക്കിയാലും വഴക്കാണല്ലോ. എടാ പറ്റില്ലടാ ഇതൊന്നും. ഈ നാശം പിടിച്ച പ്രേമൊന്നും എനിക്ക് പറ്റിയ പണിയല്ല. ഇവിടെ മാറാ. ഇത് എന്താടാ? നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡ്ഡലി ആക്കിയല്ലോ അല്ലേ? ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ചിക്കൻ. അയ്യേ, നല്ല ഇഡ്ഡലിയും മട്ടക്കറി കഴിച്ചിട്ടില്ല? ഉയ്യോ, രാവിലെ വെച്ച് പിടിപ്പിക്കാണല്ലോ. ഗായത്രി കാണാനായിരിക്കും. ഓ അതെ, അവൾ അവിടെ വന്ന് കാത്തു നിൽക്കുമല്ലോ. വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അവൾ എന്നെ വിളിച്ചായിരുന്നു. ഞാൻ ഇറങ്ങാണ് സുധീഷ് ഏട്ടാ, 10 മിനിറ്റിനുള്ളിൽ ബസ് സ്റ്റോപ്പിൽ എത്തില്ലേ എന്നൊരു ചോദ്യം. എന്നാ പിന്നെ വണ്ടി എടുത്ത് പോവായിരുന്നല്ലോ, പെട്ടെന്നെത്തില്ലേ? അതിനൊരു ത്രില്ലില്ലല്ലോടാ. നിങ്ങളുടെ കൂടെ വരുമ്പോഴല്ലേ ഒരു രസം. എന്നാലും എന്നെ കാണാണ്ട് കുട്ടിക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോ ഇറ്റ്സ് എ ഡിഫറെന്റ് ഫീലിംഗ്, യു നോ. അല്ല നിധി എന്തോന്നും പറയാത്തത്? വെറുതെ വർത്താനം പറഞ്ഞു നടക്കാൻ എനിക്ക് എന്താ വട്ടുണ്ടോ? ഏടത്തി, എനിക്ക് നിങ്ങളെപ്പോലെ വട്ടണോന്ന് ചോദിക്കുക. സുധീഷ് ചേട്ടനെ ഇപ്പൊ അതുപോലെ പെരുമാറുന്നത്.
വേണ്ടട്ടാ വേണ്ട. നിധി, ഇയാൾക്ക് 2 വീലറൊക്കെ ഉള്ളതല്ലേ, പിന്നെ എന്തിനാ വെറുതെ ബസ്സിൽ പോയി കഷ്ടപ്പെടുന്നേ? ഏയ് ഒന്നുമില്ല. ഓ, റോഡിലൂടെ ഓടിക്കാൻ പേടിച്ചിട്ടായിരിക്കും അല്ലേ? നിധിയെ, ഈ പേടി മാറണമെന്നുണ്ടെങ്കിലേ റോഡിലൊക്കെ ഓടിച്ചിട്ട് പഴക്കം വരണം. ആ, ടോപ്പിക്ക് മാറ്റണം, അല്ലെങ്കിൽ വാ തുറക്കില്ല. കൈയെടുത്ത്, എനിക്ക് വേദനിക്കുന്നുണ്ട്. അയ്യോ, കൈ വെച്ചപ്പോഴത്തേക്ക് വേദന എടുത്താ? എന്നാ പിന്നെ അവിടെ തന്നെ ഇരിക്കട്ടെ. എടാ നികേഷേ, നമുക്കേ സുഭാഷ് ചേട്ടന്റെ കല്യാണം ഉണ്ടല്ലോ, അത് നല്ല ഗംഭീരമായിട്ട് നടത്തണം. ഈ നോർത്ത് സ്റ്റൈലും കേരള സ്റ്റൈലും കൂടെ മിക്സ് ചെയ്തിട്ടൊരു ഐറ്റം. നോർത്ത് സ്റ്റൈലിൽ സുഭാഷ് ചേട്ടനെ നമുക്ക് കുതിരപ്പുറത്തിങ്ങനെ അങ്ങനെ കൊണ്ടുപോവാം. എന്നിട്ട് നമുക്ക് ബെല്ലേ 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 എന്നൊരു ഡാൻസ്. കേരള സ്റ്റൈലില് താലികെട്ട്. കൂടെ ഇപ്പോഴത്തെ പെമ്പിള്ളേരുടെ ഒരു പരിപാടിയില്ലേ, ഈ എല്ലാരും കൂടെ വട്ടത്തിൽ ഇങ്ങനെ നിന്നിട്ടേ കൈയും കാലൊക്കെ എടുത്തങ്ങ് വീശി ചാടി മറിഞ്ഞ് കലപില കലപില എന്നൊക്കെ ഒരു പരിപാടി. എന്താ അതിന്റെ പേര്? കൈകൊട്ടിക്കളിയാണോ? ഈ കൈകൊട്ടിക്കളിയൊന്നുമല്ലടാ. ആ, വീരനാട്യം. വീരനാട്യം, അതുകൂടെ വെക്കാം. എന്താ അഭിപ്രായം? പിന്നെ വളരെ നല്ല അഭിപ്രായം. അല്ല, എന്താ നിധിയുടെ അഭിപ്രായം? എങ്ങനെയെങ്കിലും കല്യാണം നടത്തിയാൽ മതി എന്ന് വിചാരിക്കുന്ന ആണുങ്ങളുണ്ട്. സുഭാഷ് ചേട്ടൻ ആ കൂട്ടത്തിലല്ല. ആ കുട്ടിയായിട്ട് ആളൊന്ന് സംസാരിച്ച് പഴകിക്കോട്ടെ. അതിനുള്ളിൽ എങ്ങനെയെങ്കിലും കല്യാണം നടത്തിയാൽ അതിൽ നിന്ന് ഊരിപ്പോരാൻ രണ്ടുപേർക്കും വലിയ പാടായിരിക്കും. അനുഭവം ഗുരു അല്ലേ എടുത്തി? എന്താ സംശയം? പറഞ്ഞ പോലെ ഗായു വന്ന് കാത്തു നിൽക്കുന്നുണ്ടല്ലോ. ഞാനിന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ബൈ. നശിച്ചുകൂടാ. ഹായ് ഗായു. ഹായ്. വന്നിട്ട് കുറെ നേരമായോ? ഏയ് ഇല്ല. ഓ, ഈ ഡ്രസ്സേ ഗായുന് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. താങ്ക് യു. ഇന്നെന്താ കൂളിംഗ് ഗ്ലാസ് വെക്കാഞ്ഞേ? ഓ, ഗായുവിനെ കാണാനുള്ള തിരക്കിനിടയിലേ ഞാനത് മറന്നുപോയി. നാളെ ഞാൻ തീർച്ചയായിട്ടും വെക്കാം കേട്ടോ. നോക്കിക്കോ മോളെ, ഈ കളിയുടെ അവസാനം നീ പറയും, സുധീഷേ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന്. അവിനാശേ, മഴ കാരണം കുറെ പണി മുടങ്ങി കിടക്കുക. ഇപ്പൊ തന്നെ പറഞ്ഞ സമയത്ത് ഇന്ന് 10 ദിവസം വൈകി. അടുത്ത 25-ാം തീയതിക്ക് മുമ്പ് പണി തീർത്ത് കൊടുത്തോളോന്ന് എഞ്ചിനീയറോട് പറഞ്ഞിട്ടുള്ളതാ. കേട്ടല്ലോ? ദേ, കുറച്ച് പണിക്കാരെ കൂടുതൽ കിട്ടിയാലും കുഴപ്പമില്ല, ജോലി തീർക്കണം. എന്താ എന്താ പണി നിർത്തി? 1 മണിയായി. എടാ, മുഴക്കോല് വെച്ച് സമയം അളന്ന് ജോലി ചെയ്യാൻ നിൽക്കലടാ ബാബു. കൃത്യം 2 മണിക്ക് തുടങ്ങിയില്ലെങ്കിലേ സുഭാഷിന്റെ വായിലിരിക്കണ ഞങ്ങള് കേക്കണ്ടേ? ചൊല്ലില്ല. സുഭാഷേട്ട കഴിക്കുന്നില്ലേ? ഞാൻ വരാം, എന്ത് തീർക്കട്ടെ. ഭയ്യാ, ഭയ്യാ, വെയിലത്ത് നടന്നാണോ വന്നേ? നാളെ മുതലേ ഒരു കൊട ചൂടി വരണം. ഛത്രി വാങ്ങണം. വാങ്ങണം. നാട്ടിലെ വെയിലുമായിട്ട് നോക്കുമ്പോ ഇതൊന്നും ഒരു സൂടല്ല സുഭാഷേട്ടാ. ഏതായാലും ഇവിടെ വന്നല്ലേ, കഴിച്ചിട്ട് തുടങ്ങാം. അവനാശം കഴിച്ചു. आपके लिए भी है ना? എനിക്കുള്ളതോ? हाँ ഉണ്ട്. വാ ഭയ്യ, കഴിക്കാം.
ഹലോ ഹലോ ആ ഒരു മിനിറ്റേ ഭയ്യ പണിക്കാരെ അറേഞ്ച് ചെയ്യുന്ന ആളാ. ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല. ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. ആ അല്ല, നീ കഴിച്ചോ? ഇല്ല. ആ എന്നാ കഴിക്ക്. അങ്ങോട്ട് താങ്ക് യു. നന്നായിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കറി അസലായിട്ടുണ്ട്. ഉരുള? ഇത് ഓ, ആലു. ആ ആലു ആലു. तुम्हारा കുക്കിംഗ് बहुत अच्छा है. എന്ന് കരുതി എന്നും ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വന്ന് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരാറുണ്ട്. मुझको कोई मुश्किल नहीं है. इन्हीं डेली मैं लेके आऊंगी. मुझे चूड़ियां खरीद कर देना. എന്താ? मुझे ആ आप ഞാൻ ആ आप चूड़ियां. ചൂടിയ വള. हाँ वाला വേണം. ഞാൻ വള വാങ്ങിത്തരണമെന്നോ? ഈ കുപ്പിച്ചൂടിയ മതിയോ? കുപ്പിച്ചൂടിയാ. കുപ്പി വല? ആ കുപ്പിവള. ആ കൈ ഒന്ന് നീട്ടി. സുനോ, हाँ ये आवाज है ना, കുപ്പിവള ഇട്ട കിലി 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 വലിയ ആവാസ് വാങ്ങിത്തരാം കേട്ടോ. हाँ. നീ കഴിക്കും. हाँ. മതി മതി. ഈ ഡിസൈൻ അല്ലേ അപ്രൂവൽ? അതെ. ഈ പോർച്ചിന്റെ പൊസിഷൻ ഇങ്ങോട്ട് മാറ്റിയിട്ടേ മറ്റൊരു ഡിസൈൻ കൂടി വർക്ക്ഔട്ട് ചെയ്താലോ? അത് സ്യൂട്ട് ആവും. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ നല്ല രസമുണ്ടാവും. ഹലോ. ബോസ്. എന്തായി, കഴിഞ്ഞോ? ഓൾമോസ്റ്റ്. പോർച്ചിന്റെ പൊസിഷൻ മാറ്റി ഒന്നുകൂടി ചെയ്യാന്ന് കരുതി. എവിടെ നോക്കട്ടെ. ആഹാ, നന്നായിട്ടുണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്താണോ? എനിക്ക് വലിയ റോളൊന്നുമില്ല. നിധി 90% ചെയ്തു വെച്ചിരുന്നു. ഹോ, അങ്ങനെയൊന്നുമില്ല. ഐഡിയേഷൻ മുതൽ ദിവ്യുണ്ട്. രണ്ടുപേരോട് ചെയ്ത തന്നെയാ. നിധി, നിധി, നാളെ നമുക്ക് റിയൽ ഗ്രൂപ്പിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. അവരുടെ വില്ല പ്രോജക്റ്റിന്റെ ഡിസൈൻസ് കഴിഞ്ഞിരിക്കല്ലേ? അതെ. ഹാ, നാളെ നിധി അത് പ്രസന്റ് ചെയ്യണം. ചെയ്തോളൂല്ലേ? ചെയ്യാം സിദ്ധാർത്ഥ്. ഹാ, നല്ല കോൺഫിഡന്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യനും അവരുടെ ഭാഗത്തുനിന്ന് വരാത്ത രീതിയിൽ ചെയ്യണം. ഓക്കെ അല്ലേ? ആൻഡ് ആ ക്ലയന്റ് നമുക്ക് ഒരിക്കലും മിസ്സാവരുത്. ചെയ്യാം സിദ്ധാർത്ഥ്. ഗുഡ്. ഇന്ന് വൈകിട്ടോട് കൂടി പ്രസന്റേഷൻ എല്ലാം ഫിനിഷ് ആവുകയാണെങ്കിൽ എന്നെ ഒന്ന് കാണിച്ചേക്ക്.
നാളെ 11 മണിക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാരണവശാലും മിസ്സാവരുത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കേട്ടല്ലോ? ഷുവർ സിദ്ധാർത്ഥ്. ഓക്കെ, എന്നാ ശരി. ഓക്കെ. നീ എന്തിനാ സിദ്ധാർത്ഥ് സാറിനെ ഇങ്ങനെ പേടിക്കുന്നേ? ഞാൻ സിദ്ധാർത്ഥിനെ പേടിച്ചൊന്നുമല്ല. നാളത്തെ പ്രസന്റേഷൻ ഓർത്തിട്ട് പറഞ്ഞു പോയതാ. ഒരു കുഴപ്പമുണ്ടാവില്ല. സിദ്ധാർത്ഥ് സാറും കൂടെ ഉണ്ടാവില്ലേ? ധൈര്യമായിട്ട് ചെയ്. ഓക്കെ? ഹലോ. ആ നിധി, നാളെ നിങ്ങളുടെ കേസിന്റെ ഹിയറിങ്. രാവിലെ 10 മണിയോടെ കോടതിയിലെത്തണം. മറക്കരുത്. അയ്യോ മാം, നാളെ ഒരു പ്രശ്നമുണ്ട്. എന്തു പറ്റി? ഓഫീസിലൊരു അത്യാവശ്യമുണ്ട്. ഇവിടെ വലിയ സമയമെടുക്കില്ല. അതല്ല മാം, 11 മണിക്ക് ഷാർപ്പ് തന്നെ ഒരു പ്രസന്റേഷൻ ഉണ്ട്. 10 മണിക്ക് തയ്യാറായിരിക്കേണ്ടി വരും. ജോലിക്ക് ജോയിൻ ചെയ്ത ശേഷം ആദ്യമായിട്ട് ക്ലയന്റിന് മുന്നിൽ പ്രസന്റേഷനുള്ള അവസരമായത്. ചെയ്യാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. ഇത്തവണ ഒന്ന് മാറ്റി വയ്ക്കാൻ പറ്റുമോ? ഓക്കെ, ഞാൻ റിക്വസ്റ്റ് ചെയ്യാം. പക്ഷെ നെക്സ്റ്റ് ടൈം എന്തായാലും ഹാജരാവണം. ഓക്കെ മാം. ആ പിന്നെ അടുത്ത തവണ തീയതി കോർട്ടിൽ നിന്ന് അറിയിക്കുമ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓഫീസിൽ ആ ദിവസം നേരത്തെ ലീവ് അപേക്ഷിച്ച് വെക്കുകയും വേണം. ഓക്കെ മാം. ഗായത്രി വിളിക്കുന്നു. അത് ഞാനെന്ത് വേണം? എന്റെ പരീക്ഷണം വിജയത്തിന്റെ പാതയിൽ തന്നെയാണ്. പരീക്ഷണ ഗായത്രി സ്വീറ്റ് അല്ലേ? ശരിക്കും സ്വീറ്റ് സുധീഷ് ഏട്ടനാ. സത്യം? ഞാൻ അത്രയ്ക്ക് സ്വീറ്റാ?